കൊല്ലത്ത് BSNL ജീവനക്കാരിയെയും കുടുംബത്തെയും ആക്രമിച്ച കേസിൽ 6 പ്രതികൾ പോലീസിൽ കീഴടങ്ങി. പ്രതികളെ സ്റ്റേഷനിൽ എത്തിച്ചത് പ്രാദേശിക CPM നേതാവ്. ഏപ്രിൽ 7-ന് രാത്രിയാണ് മരണവീട്ടിൽ പോയി മടങ്ങിയ 5-അംഗ കുടുംബത്തെ വഴിതടഞ്ഞ് ആക്രമിച്ചത്. മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ്, ഈ 6 പ്രതികളും പോലീസിൽ കീഴടങ്ങി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഈ പ്രതികളെ സ്റ്റേഷനിൽ എത്തിച്ചത് പ്രാദേശിക CPM നേതാവാണ്. ഈ പ്രതികൾക്ക് രാഷ്ട്രീയ ബന്ധം ഉണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, അല്ലേ? തീയതി രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടക്കുന്നത്. അതായത് ഒരു കുടുംബത്തിന് നേരെ അവരൊരു മരണ വീട്ടിൽ പോയി തിരികെ വരുമ്പോഴാണ് രാത്രിയോടുകൂടി വടിവാളും മറ്റ് മാരകായുധങ്ങളുമായി എത്തി അവരെ ആക്രമിക്കുന്നത്. അതിൽ 6 പ്രതികളാണ് ഇപ്പോൾ കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയിട്ടുള്ളത്. ഈ പ്രതികളെ എത്തിച്ചത് CPMന്റെ ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം ഈ സ്റ്റേഷനിലേക്ക് ഈ പോലീസ് പരാതി നൽകിയതിന് ശേഷം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള മറ്റ് നടപടികളൊക്കെ തുടർന്ന് വരുമ്പോഴാണ് ഈ പ്രതികൾ കീഴടങ്ങുന്നത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ചതിന് ശേഷം പരാതി നൽകിയിട്ടും ആ പരിക്കേറ്റ സ്ത്രീകളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു കാര്യവും ആ FIRൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് സ്ത്രീകൾക്ക് പരിക്കേറ്റതിനെ കുറിച്ചൊന്നും തന്നെ പോലീസ് ആ FIRൽ രേഖപ്പെടുത്തിയിട്ടില്ല, അത്തരം വകുപ്പുകളും ചുമത്തിയിട്ടില്ല. എന്തായാലും ആ കുടുംബം നമ്മളോടൊപ്പം ചേരുകയാണ്. BSNL ജീവനക്കാരിയായിട്ടുള്ള ധന്യ, അതോടൊപ്പം തന്നെ സഹോദരി ഉൾപ്പെടെയുണ്ട്. എന്തായാലും നമ്മളോട് അവർ തന്നെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കും. എന്താണ് ഈ ഒരു സംഭവം, എങ്ങനെയാണ് ഇങ്ങനെ ഒരു പരാതി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്? തിങ്കളാഴ്ച രാത്രി, അതായത് 7-ാം തീയതി രാത്രി ഞങ്ങളൊരു മരണവുമായി ബന്ധപ്പെട്ട്, ഞങ്ങൾ കൊല്ലത്താണ് താമസിക്കുന്നത്. ഞങ്ങൾ അച്ഛൻ്റെ പെങ്ങളുടെ മോള് മരണപ്പെട്ടതിനെ തുടർന്ന് നെടുമ്പന വലിയവള ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയിട്ട്, ഞങ്ങൾ പോകുന്നതും ഇതുവഴിയാണ്, കളക്കൽ വഴിയാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് നമുക്ക് തോന്നിയില്ല. ഞങ്ങൾ പോയിട്ട് തിരിച്ച് ഒരു 10:30 തിരിച്ച് വരുന്ന വഴിക്ക് 2 പയ്യന്മാർ ഒരു പട്ടിയായിട്ട് റോഡിൻ്റെ നടുക്ക് നിന്നിട്ട് പട്ടി അവനിങ്ങനെ അഴിച്ചു വിട്ടു. അങ്ങ് തൊടൽ പുള്ളിയുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. തൊടൽ ലൂസാക്കി വിട്ടപ്പോഴത്തേന് പട്ടി പെട്ടെന്ന് നമ്മുടെ മുമ്പിലോട്ട് ചാടി ഞങ്ങളുടെ കയ്യിൽ നിന്ന് വണ്ടി അങ്ങ് മറിഞ്ഞു വീണു. അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു, ആരാ, എന്താ പ്രശ്നം, എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, അത് വലിയവളമുക്കിലുള്ളവന്മാരും ഇതുവഴി പോകാൻ പറ്റത്തില്ല. അതാണ് അവന്മാർ ആദ്യമേ പറഞ്ഞത്. അന്നേരം ഞങ്ങൾ പറഞ്ഞു, ഹസ്ബൻഡ് പറഞ്ഞു, ഇടയിൽ ഞങ്ങൾ വലിയവളമുക്കിലുള്ളവരല്ല, ഞങ്ങളവിടെ ഒരു മരണത്തിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്, ഞങ്ങൾ കൊല്ലത്തുള്ളവരാണ്, ഞങ്ങൾ വലിയവളമുക്കുമായിട്ട് യാതൊരു ബന്ധമുള്ളവരല്ല, ഞങ്ങളൊരു മരണത്തിന് പോയതാണെന്ന്. അപ്പോൾ പിന്നെ ഇവന്മാർ പറയുന്നത് മൊത്തം അസഭ്യങ്ങളാണ്. ചീത്തയെന്ന് പറഞ്ഞാൽ നമുക്ക് മനുഷ്യന് കേൾക്കാൻ കൊള്ളാൻ പറ്റാത്ത ചീത്ത. അവന്മാർ പറയുന്നത്, നിങ്ങൾ എവിടെ ഉള്ളവരായാലും ശരി തന്നെ വലിയവളമുക്കി പോയിട്ട് ഒരുത്തനും ഇതുവഴി വരാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. തൊട്ട് പുറകിൽ വന്നത് അനിയനും അനിയത്തിയും, അതിൻ്റെ പുറകിൽ ആങ്ങളപ്പയ്യനും ഉണ്ടായിരുന്നു. അപ്പോൾ അനിയനും അനിയത്തിയും പുറകെ വന്നിട്ട്, അപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കൊല്ലത്ത് താമസിക്കുന്നതുകൊണ്ട് നമുക്ക് ഇവന്മാരെ കണ്ടൊരു പരിചയം കൂടിയില്ല. അപ്പം അനിയനൊക്കെ താമസിക്കുന്നത് നെടുമ്പന പഞ്ചായത്തിൻ്റെ അടുത്ത്, സ്റ്റേഡിയത്തിൻ്റെ അടുത്ത്. അവർക്ക് കണ്ടുപരിചയമുള്ളതിൻ്റെ പേരിൽ അവർ പറഞ്ഞിടേ അവരിവിടെ ഉള്ളവരല്ല, നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങൾ. അപ്പോൾ ഇവന്മാർ പറയുന്നത് എന്തുവാ, അക്കരെ വലിയവളമുക്കിലുള്ള വിശാഖ ഞങ്ങളുടെ പേർക്ക് കേസ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളാരും ഇതുവഴി പോകാൻ അറിഞ്ഞൂടാത്തവരാണോ നിങ്ങളെ ആക്രമിച്ചത്? ശരിക്കും ഞങ്ങൾക്ക് ആദ്യമായിട്ട്, ഞങ്ങൾ 2 പേരും ഇവന്മാരെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. ആദ്യമായിട്ട്, ഞങ്ങൾക്കൊരു പരിചയം പോലും ഇല്ല. അപ്പോൾ നിങ്ങൾ അന്ന് വന്നപ്പോൾ അറിഞ്ഞൂടാത്ത ആളുകളാണ് ആക്രമിച്ചത്. ഏത് തരത്തിലായിരുന്നു ആക്രമണം? പിന്നെ പട്ടിയെ കൊണ്ടുവന്ന് മുമ്പോട്ട് ചാടിച്ചപ്പോഴത്തേക്കും വൈഫ് വണ്ടി നിന്നെടുത്ത് ചാടിയപ്പോൾ എൻ്റെ നിന്ന് വണ്ടി അങ്ങ് താഴെ വീണപ്പോഴത്തേക്കും ഓടി വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞത് വലിയ വീട്ടിൽ ജംഗ്ഷനിൽ ഒരു മരണത്തിന് പോയിട്ട് വന്ന് ആയുധങ്ങളുണ്ടായിരുന്നു. ഒരാൾ കാണിച്ചു തന്നത് ആണ്ട്രായി ഇരിക്കുന്നെന്നും പറഞ്ഞു. മർദ്ദനം തുടങ്ങിയ സമയത്ത് കാണിച്ചു തന്നു. ഞാൻ അളിയൻ പയ്യനെ ഇടിക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ തടസ്സം പിടിച്ചപ്പോൾ പരിക്ക് നല്ലവണ്ണം ഏറ്റിട്ടുണ്ട്, വെട്ടേറ്റിട്ടുണ്ടല്ലേ? അപ്പോൾ CPMന്റെ നേതാവിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് പ്രതികൾ ഇവിടെ വന്നത്. അപ്പോൾ ഈ ഒരു ബന്ധം അല്ലെങ്കിൽ അവർക്ക് സംരക്ഷണം ഒരുക്കുകയാണോ? തീർച്ചയായിട്ടും. കാരണം ഇത്രയും ദിവസം അങ്ങനെ അല്ലായിരുന്നെങ്കിൽ പോലീസ് ജീപ്പിലായിരുന്നു തന്നെ അവർ കൊണ്ടുവന്നത്. 2 വണ്ടി, ഈ സ്റ്റേഷനിൽ 2 വണ്ടികൾ ഇവിടെ കിടപ്പുണ്ടായിരുന്നു. CPMന്റെ ലോക്കൽ സെക്രട്ടറിയായി സജീവ് എന്ന് പറയുന്ന ആൾ തന്നെ ഇവർ 2 പേരെയും രണ്ട് സമയത്താണ് കൊണ്ടുവന്നത്. ആദ്യം 3 പേരെ കൊണ്ടുവന്നു, 1 മണിക്കൂറോളം കഴിഞ്ഞപ്പം രണ്ടാമത് 3 പേരെ പുള്ളിയെ കൊണ്ടുവന്നത്. അല്ലാതെ അവർ തനിയെ വന്നതോ പോലീസ് കൊണ്ടുവന്നതോ അല്ല. അതുകൊണ്ട് മറ്റൊരു കാര്യം, ഈ സ്ത്രീകൾക്ക് പരിക്കേറ്റൊന്നും ഒരു വരി പോലും ആ FIRലില്ല, FIRനകത്ത് ഇട്ടിട്ടില്ല. പക്ഷെ നമ്മൾ കൊടുത്ത പരാതിയിലെല്ലാം നമ്മളത് കൊടുത്തിട്ടുണ്ട്. അപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇനി മൊഴിയെടുക്കും. ഇനി എപ്പോഴാണ് മൊഴിയെടുക്കും നമുക്കറിയത്തില്ല. പ്രതികളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഹാജരാക്കിയിട്ടുണ്ട്. ഇനി മൊഴിയെടുക്കുന്ന ഏത് സമയത്താണെന്ന് നമുക്കറിയത്തില്ല. അതിൻ്റെ ന്യായം എന്തെന്നും ഞങ്ങൾക്കറിയാൻ പറ്റുന്നില്ല.
ഇനി എടുക്കുമ്പോൾ ചേർക്കാം എന്നാണ് അവർ പറയുന്നത്. ഈ അക്രമികളെ സംരക്ഷിക്കുന്ന നിലപാട് ഇങ്ങനെ പാർട്ടി കാണിച്ചാൽ ഇത് വീണ്ടും ഇനി ആവർത്തിക്കില്ല ഇങ്ങനെ? തീർച്ചയായും. കാരണം അവർ പറഞ്ഞത് നിങ്ങൾ കൊണ്ടുവന്ന് കേസ് കൊടുക്ക്, നീ കൊണ്ടുവന്ന് എന്നോട് പറഞ്ഞു, നീ കൊണ്ടുവന്ന് കേസ് കൊടുക്കടി, കേസ് കൊടുത്താൽ നിൻ്റെ കുഞ്ഞുങ്ങൾ പോലും അവിടെ വീട്ടിൽ ഉറങ്ങത്തില്ലെന്ന്. അപ്പോൾ അവർക്ക് ആരെയും ഭയം, പോലീസിന് ഭയം ഇല്ലാത്തതുകൊണ്ടല്ലേ അവരങ്ങനെ പറഞ്ഞു. നീതിയെ ഭയമില്ല, പോലീസിന് ആരെങ്കിലും അവർക്ക് ഭയമുണ്ടോ? ഇല്ലാത്തതുകൊണ്ട് അവരങ്ങനെ ഒരു വാക്ക് അവർ പറഞ്ഞു. അപ്പോൾ അവർക്ക് അത്രയും സംരക്ഷണം ഈ നാട്ടിൽ കിട്ടുന്നത് കൊണ്ടാണ് അവരങ്ങനെ ഒരു വാക്ക് അന്നേരം പറഞ്ഞത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു അയഞ്ഞ മട്ടാണോ? പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അയഞ്ഞ മട്ടെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇതിനകം പോലീസ് അവർ പിടിക്കണമായിരുന്നു. അവർ ഇവിടെ ഈ ലൊക്കാലിറ്റി തന്നെ അവരുള്ള സമയത്തും നമ്മളെ ഒന്നും അവരെ അറിയിച്ചിട്ടില്ല. ഈ സമയത്ത് അങ്ങനെ അവർക്ക് ഊർജിതമായ അന്വേഷണമായിരുന്നെങ്കിൽ പോലീസ് ജീപ്പിലല്ലേ പ്രതികളെ കൊണ്ടുവരേണ്ടത്. അപ്പം അവർ സ്വയമേധ കീഴടങ്ങിയതുമല്ല, പാർട്ടിക്കാർ കൊണ്ടുവന്ന് കീഴടക്കിയപ്പോൾ അതിനകത്ത് എന്താ അർത്ഥമാക്കുന്നതെന്ന്, എന്താ മനസ്സിലാക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല യഥാർത്ഥത്തിൽ. എണ്ണു പരിക്കേറ്റതാണോ? അതെ, എനിക്ക് പരിക്കേറ്റതാണ്. ഇപ്പോൾ ഈ പോലീസ് എന്താ പറയുന്നത്? ഇപ്പോൾ പോലീസ് ഒരു പ്രതികളെ പിടിച്ചു എന്നാണ് നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്തായിരുന്നു. അതിലൊരു 6 വരെ കാണിച്ചതിന് ശേഷം 5 പേരെ നമുക്ക് തിരിച്ചറിയുണ്ടായി. ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ള ഒരു അറിയിപ്പ് തരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പ്രതികളെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ പ്രതികളെ തിരിച്ചറിഞ്ഞ ശേഷം ഈ പോലീസ് സ്റ്റേഷന് മുൻവശത്ത് നിൽക്കുന്നവരാണ്. അവർ തന്നെ പറയുന്നു പോലീസല്ല ഈ പ്രതികളെ പിടികൂടിയിട്ടുള്ളത്, പാർട്ടി നേതാക്കളാണ് പ്രതികളെ കൊണ്ട് ഈ സ്റ്റേഷനുള്ളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത്തരത്തിൽ വലിയ രീതിയിലൊരു ആക്രമണം നടത്തി, അതായത് വടിവാൾ ഉപയോഗിച്ച് തന്നെ നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ കണ്ടതാണ്, ആ കുടുംബത്തെ ആക്രമിച്ച ഒരു സംഘമാണ് ഇപ്പോൾ സ്റ്റേഷനുള്ളിലുള്ളത്. പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ നടപടി ഉണ്ടാകണം. പ്രതികൾക്ക് രാഷ്ട്രീയ ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരുത്തേണ്ടതുണ്ട്. മനോജാണ് വിവരങ്ങളുമായി ചേർന്നത്.